CPM-ന്റെ സമ്മേളനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പ്രതിനിധികൾക്ക്, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് കൃത്യമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പല പ്രതിനിധികളും നേതൃത്വത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുമെങ്കിലും അത്ര ശക്തമായി പറയാറില്ല. കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോട്ടപ്പുള്ളിയാവുകയും അവരുടെ രാഷ്ട്രീയ വളർച്ച ഒരുപക്ഷെ അതിനാൽ തന്നെ തകരുകയും ചെയ്യും എന്നുള്ളത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പല പ്രവർത്തകരുടെ അനുഭവം തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞവർ പലരും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും പാർട്ടിയിൽ ഒന്നുമല്ലാതായും തീരുക അനുഭവങ്ങളുമുണ്ട്. എന്നാൽ പാർട്ടി പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് തുറന്നു പറയാനും പാർട്ടിയെ വിമർശിക്കാനും നേതാക്കളുടെ മുഖത്ത് നോക്കി വിമർശിക്കാനും വേണ്ടിയിട്ടാണ് സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് സമ്മേളനം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ മനസ്സിലുള്ളത് തുറന്നു പറയണം. അങ്ങനെ ഒരു സ്വയം വിമർശനം, ഉൾപാർട്ടി ജനാധിപത്യം ശക്തമാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം എന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ നേതാക്കൾ തൊട്ടടുത്തിരിക്കുമ്പോൾ അതിശക്തമായിട്ട് ആരോപണങ്ങളൊന്നും പല നേതാക്കളും പല പ്രതിനിധികളും ഉന്നയിക്കാറില്ല. കണ്ണൂർ ജില്ലാ സമ്മേളനം ഇപ്പോൾ നടന്നു. അവിടെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു എന്നാണ് അറിയുന്നത്. സാധാരണ ഈ സമ്മേളനത്തിൻ്റെ ഒരു ചിട്ടവട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രതിനിധികൾ പറയുന്ന അല്ലെങ്കിൽ പ്രതിനിധികൾ ഉന്നയിക്കുന്ന സംശയങ്ങളും ആരോപണങ്ങളും കുറ്റങ്ങളുമൊക്കെ മറുപടി പറയുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും, ജില്ലാ സെക്രട്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെ ഒരു മറുപടി എന്നോണം ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി കൃത്യമായി മറുപടി പറയും. പറഞ്ഞ ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് വെച്ച് അവർ ഏത് മേഖലയിൽ നിന്നാണ് വന്നത്, ആ മേഖലയുടെ ഏരിയയുടെയോ ലോക്കലിൻ്റെയോ ഒക്കെ പേരെഴുതി വെച്ച് കുറിച്ച് വെച്ചിട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറുപടിയായിട്ടായിരിക്കും മിക്കവാറും അദ്ദേഹം പ്രസംഗം നടത്തുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. അവിടെ കാര്യങ്ങൾ എല്ലാം നിയന്ത്രിച്ചതും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തും ഈ പ്രതിനിധികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് മുഴുവനും പിണറായി വിജയൻ ആയിരുന്നുവെന്നും സമ്മേളനം മൊത്തമായി അദ്ദേഹം ഏറ്റെടുത്തുവെന്നും സംസ്ഥാന സെക്രട്ടറിക്കോ ജില്ലാ സെക്രട്ടറിക്കോ അത്ര വലിയ വോയിസ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും PB അംഗമായ മുഖ്യമന്ത്രി തന്നെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത മേൽ കമ്മിറ്റിയെ നിയന്ത്രിച്ചതും പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞതുമെന്ന സമ്മേളനത്തിൽ വെറും കാഴ്ചക്കാരൻ്റെ ഒരു റോളിലായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ സ്ഥാനം എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒടുവിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യത്തിനും ഉത്തരം നൽകിയത് പിണറായി വിജയന്റെ താല്പര്യങ്ങൾ തന്നെയായിരുന്നു. വ്യക്തിപൂജാ വിവാദത്തിൽ പാർട്ടി മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തിയ P ജയരാജനെതിരെ വിമർശനമുയർത്തിയപ്പോൾ പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം ശരിവെക്കുകയും ശ്രദ്ധേയമാവുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉയർത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ P ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കുമെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയത്. അതായത് P ജയരാജന് ഇനിയും പാർട്ടിയിൽ ദോഷം സംഭവിക്കും. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പോലും ആയിട്ടില്ല P ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ നിന്നും ഒരുപക്ഷെ P ജയരാജൻ തഴയപ്പെടാൻ വരുന്ന സംസ്ഥാന സമ്മേളനത്തോട് സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം P ജയരാജൻ തന്നെക്കാൾ മുകളിലേക്ക് ഉയരുന്നു എന്ന് കണ്ടപ്പോഴെല്ലാം P ജയരാജനെ പിടിച്ച് താഴെ ഇറക്കിയ ഒരു നടപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെ ഇനി സംഭവിക്കുമെന്നാണ് അറിയുന്നത്. ഏപ്രിലിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ P ജയരാജനെതിരെ അച്ചടക്ക നടപടി വരുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന. അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന അത് തന്നെയാണ്. ഇതേ സമയം മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PP ദിവ്യയെ തള്ളിപ്പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി ദിവ്യ തനിക്കെതിരായ വിമർശനങ്ങളിൽ മറുപടി പറഞ്ഞത്. ദിവ്യയ്ക്ക് കാലിടറിയത് കൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തത്. കാലിടറുന്ന ഏത് സഖാവിനെതിരെയും അച്ചടക്ക നടപടി എടുക്കുന്നത് സ്വാഭാവികമാണ്. അത് ഒരാളെ ഇല്ലാതാക്കാനുള്ളതല്ല, തെറ്റുതിരുത്താനും വേണ്ടിയുള്ളതാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. നടപടി എന്ന് പറയുന്നത്, പാർട്ടി നടപടി എന്ന് പറയുന്നത് ഒരിക്കലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ളതല്ല. പാർട്ടിയിൽ കുറച്ചും കൂടി ശക്തമായി തൻ്റെ സാന്നിധ്യം കാണിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെ PP ദിവ്യയ്ക്കും വേണ്ടി
വന്നാൽ തിരിച്ച് പാർട്ടിയിൽ ശക്തമായി മുന്നോട്ട് വരാൻ കഴിയും എന്ന സൂചനയും നൽകി. അതോടൊപ്പം തന്നെ പി ജയരാജനെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ, അദ്ദേഹം ഈ മനു തോമസിൻ്റെ എതിരായിട്ട് FB പോസ്റ്റ് ഇട്ടതും, ആ FB പോസ്റ്റ് ഇട്ടപ്പോൾ മനു തോമസ് അതിന് മറുപടി പറഞ്ഞതും, അതിൻ്റെ പേരിൽ മനു തോമസിനെതിരായിട്ട് കുറേ ആൾക്കാർ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് ചില സ്വർണ്ണക്കള്ളക്കടത്ത് ടീമുകളെല്ലാം ജയരാജനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടതുമൊക്കെ പാർട്ടി വളരെ കാര്യമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പി ജയരാജനെ ആ തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും പിന്നെ പ്രതിനിധികൾ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നല്ല സ്ഥാനാർത്ഥികളെ നിർത്താത്തത് കൊണ്ടാണെന്ന് ഉള്ള പിന്നെ ആരോപണം ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്, നമ്മളിലുള്ള മത്സരിച്ചവരിൽ ആരാണ് കുഴപ്പം, ടീച്ചറമ്മയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നോ എന്നാണ് എടുത്തു പറഞ്ഞത്. പിണറായി വിജയൻ ടീച്ചറമ്മ എന്നുള്ള പ്രയോഗം പോലും അവിടെ നടത്തുകയാണുണ്ട്. അത് KK ശൈലജയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ KK ശൈലജ എന്ന് പറയാതെ തന്നെ പിണറായി വിജയൻ ടീച്ചറമ്മ എന്ന ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് ഏത് സ്ഥാനാർത്ഥിയായിരുന്നു നമുക്ക് മോശക്കാര്, ടീച്ചറമ്മ പോലും മോശമായിരുന്നോ എന്നാണ് ചോദിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി വടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK ശൈലജയെ ടീച്ചറേമ എന്ന് വിശേഷിപ്പിച്ചത് പ്രതിനിധികളിൽ വലിയ ഒരു ചലനമുണ്ടാക്കി. ചിലർ ചിരിച്ചു, ചിലർ അല്ലാതെ ഒന്ന് മൂളിച്ചിരിച്ചു, അങ്ങനെ പലതും അവിടെ സംഭവിച്ചു എന്നാണ്. എന്തായാലും കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഉള്ള അഭിപ്രായം ചില മഹിളാ പ്രതിനിധികൾ തന്നെ അവിടെ അവതരിപ്പിച്ചു. അതും ജയരാജന് ചില കുഴപ്പങ്ങളുണ്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടെ പുതിയ പാർട്ടി സെക്രട്ടറിയായിട്ട് വീണ്ടും പഴയ MV ജയരാജനെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. കാരണം അവിടെ പി ജയരാജന് അതോടൊപ്പം തന്നെ യാതൊരു സ്ഥാനവും കണ്ണൂർ സമ്മേളനത്തിൽ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളൊന്നും ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അറിയുന്നത്. കാരണം വടകരയിൽ മത്സരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നാൽ പിന്നെ തിരിച്ച് അദ്ദേഹം പരാജയപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. എന്നാൽ MV ജയരാജൻ മത്സരിച്ച് തോറ്റിട്ടും തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആക്കുന്നു. MV ജയരാജൻ തനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടെന്നും തനിക്ക് മത്സരിക്കാൻ സെക്രട്ടറി ആയിട്ടിരിക്കാൻ താല്പര്യം കുറവാണെന്ന് പറഞ്ഞെങ്കിലും പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യം കൊണ്ടും അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി MV ജയരാജൻ അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കേണ്ടത് ആവശ്യമാണെന്നും പി ജയരാജന്റെ മേധാവിത്വം കുറയ്ക്കാൻ അത് ആവശ്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് വീണ്ടും ജയരാജന് താല്പര്യമില്ലെങ്കിൽ കൂടിയും പിണറായി വിജയന്റെ നിർബന്ധത്തിന് വഴങ്ങി ജയരാജൻ സെക്രട്ടറി ആയതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിന്നെ പിണറായി വിജയൻ കൈ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും തന്നെ പെട്ടെന്നൊന്നും പുറത്താക്കാനോ അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മാറ്റാനോ കഴിയില്ല. അതിന് പി ജയരാജന്മാർക്കും കഴിയില്ല, ഒരു ജയരാജന്മാർക്കും കഴിയില്ല എന്ന ഒരു സന്ദേശമാണ് ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രകടമാക്കിയത് എന്നത് വ്യക്തമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.